ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, കണ്ണൂരിലെ പൊതുപ്രവർത്തകനും ഗുരുഭക്തരുമായ കുറ്റ്യത്ത് രാമനുണ്ണി വക്കീൽ, കെ കൃഷ്ണൻ BAVL, ഗോവിന്ദൻ ശിരസ്താർ ഇവർ തലശ്ശേരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കണം എന്ന ആവശ്യവുമായി ഗുരുദേവനെ സമീപിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനായി ഒരു സമിതിയെ രൂപീകരിക്കുന്നതിനും മറ്റുമായി ഗുരുദേവൻ കുമാരനാശാനെ തലശ്ശേരിയിലേക്ക് അയച്ചു. ആശാൻ അവിടെ ഈഴവരുടെ ഒരു സമാജം രൂപീകരിച്ചു. അതിന് ജ്ഞാനോദയ യോഗം എന്ന് പേരിട്ടു. സമാജത്തിലെ അംഗങ്ങൾ അധികവും പാവങ്ങളായിരുന്നു. ഗുരുദേവൻ കൊല്ലവർഷം 1081 ധനുമാസത്തിൽ കണ്ണൂരിൽ വന്ന് ക്ഷേത്രത്തിന് കുറ്റിവെച്ചു. പിന്നീട് ഏപ്രിൽ മാസത്തിൽ രാമുണ്ണി വക്കീൽ ക്ഷേത്രത്തിന് തറക്കല്ലും ഇട്ടു. ദരിദ്രരായ സമാജാംഗങ്ങളെക്കൊണ്ട് എങ്ങനെ ക്ഷേത്രത്തിൻ്റെ പണി നടത്താൻ കഴിയും എന്നൊരു ശങ്ക ജനങ്ങളിൽ ഉണ്ടായി. ഗുരുദേവൻ ക്ഷേത്രം തന്നെ ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. അവരെ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഗുരുദേവൻ പറഞ്ഞ പ്രകാരം ക്ഷേത്രം പണി നടക്കുന്നിടത്ത് ഒരു ഭണ്ഡാരം സ്ഥാപിച്ച് ഒരു ബോർഡും വെച്ചു. ഒരു കൊല്ലം കൊണ്ട് തന്നെ ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ പണം ഭണ്ഡാരം വഴി ലഭിക്കുകയും ചെയ്തു. ക്ഷേത്ര നിർമ്മാണം നിർവിഘ്നം നടന്നു. പണി പൂർത്തിയായ കൊല്ലവർഷം 1083 മകരമാസത്തിൽ ഗുരുദേവൻ വീണ്ടും തലശ്ശേരിയിൽ വന്നു. ഈഴവർ ശിവനെ പ്രതിഷ്ഠിക്കുന്ന കാര്യം അറിഞ്ഞ് ചില സവർണ പ്രമാണിമാർ അവർക്ക് അത് അനിഷ്ടമായിട്ട് തോന്നുകയാൽ അത് തടയാനായി പ്രസിദ്ധ വിദ്വാനായ മണത്തല മൂസതും കുറെ പണ്ഡിതന്മാരും ഈഴവന് ശിവപ്രതിഷ്ഠ നടത്താൻ വിധിയില്ല എന്ന് ഗുരുദേവനെ ബോധ്യപ്പെടുത്താൻ വാദപ്രതിവാദത്തിന് തയ്യാറായി വരുന്നു എന്നറിഞ്ഞ് ക്ഷേത്രഭാരവാഹികൾ ഈ വിവരം ഗുരുദേവനെ ധരിപ്പിച്ചു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അവർ വരട്ടെ. മൂസതും സംഘവും വന്നു. അവര് ഉന്നയിച്ച വാദങ്ങളെയെല്ലാം കുമാരനാശാൻ യുക്തിയുക്തമായ വിധം മറുപടിയിലൂടെ ഖണ്ഡിച്ചു. വാദപ്രതിവാദത്തിൽ മൂസതും സംഘവും പരാജയപ്പെടുകയും ചെയ്തു. അവസാനം ഗുരുദേവൻ അവരോട് പറഞ്ഞു, അഥവാ നിങ്ങളുടെ പ്രമാണമൊക്കെ ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, നാം ഇവിടെ നിങ്ങളുടെ ശിവനെയല്ല പ്രതിഷ്ഠിക്കുന്നത്, ഒരു തീയ ശിവനെയാണ്. എന്താ വിരോധമുണ്ടോ? അത് കേട്ട മൂസത് ഉത്തരം മുട്ടി ഉയർത്ത് മിണ്ടാതെ സ്ഥലം വിട്ടു. കൊല്ലവർഷം 1083 കുംഭമാസം 1-ാം തീയതി ഗുരുദേവൻ ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തി. ജഗന്നാഥ ക്ഷേത്രം എന്ന് ക്ഷേത്രത്തിന് പേരും നൽകി. ക്ഷേത്ര ദർശനത്തിനായി ചില പുലയ സമുദായത്തിൽപ്പെട്ട ഭക്തരെ ചില ക്ഷേത്രഭാരവാഹികൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി. അവരെയും പ്രവേശിപ്പിക്കണം എന്ന് മൂർക്കോത്തുകുമാരനും മറ്റും പറഞ്ഞു നോക്കിയെങ്കിലും പിന്തിരിപ്പന്മാരായ ഭരണാധികാരികൾ അനുവദിച്ചില്ല. ഇതറിഞ്ഞ ഗുരുദേവൻ അവർക്ക് പ്രവേശനം അനുവദിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ 1 വർഷം കഴിഞ്ഞ് അവർക്ക് പ്രവേശനം നൽകുന്ന കാര്യം ആലോചിക്കാം എന്നാണ് ഗുരുദേവന് കിട്ടിയ മറുപടി. ഗുരുദേവൻ അല്പനേരം ധ്യാനമഗ്നനായി ഇരുന്നു. ഉടനെ ഒരു മഴ നല്ലതുപോലെ പെയ്തു. മഴ മാറിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞു,
ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഇനി എല്ലാവർക്കും പ്രവേശിക്കാമല്ലോ. ഗുരുദേവൻ്റെ ഈശ്വരശക്തിയെ തിരിച്ചറിഞ്ഞ ഭരണകർത്താക്കൾ പിന്നീട് എതിർത്തൊന്നും പറഞ്ഞില്ല. ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത മൂർഖോത്തുകുമാരൻ വികാരപരവശനായി ഗുരുദേവൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ക്ഷേത്രപ്രവേശനം അനുവദിക്കപ്പെട്ട പുലയ സമുദായ അംഗങ്ങൾ ഓടി വന്ന് ഗുരുദേവ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഗുരുദേവൻ്റെ കണ്ണുകളിൽ നിന്ന് അവിടെ അതാ രണ്ടാമതും കണ്ണുനീർ പൊഴിയുന്നു. ആദ്യം ഗുരുദേവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞത് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയുടെ സമയത്തായിരുന്നല്ലോ. നമസ്കാരം.